അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ പുതിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഇതിനിടയ്ക്ക് ഞാൻ വേറെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അതുപോലെ മുമ്പ് വീഡിയോ എടുത്തു വെച്ചതൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് സെക്കൻഡ് ഇൻറ്റേണൽസ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെറിയൊരു ഉപ്പുമാവ് സെറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ബുക്ക് ഷെൽഫിൽ നോക്കിയപ്പോൾ ബുക്കൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് 2-3 ബുക്കിനെ എടുത്ത് വെക്കണം. അതിനിടയ്ക്കാണ് ഈ ഒരു ബുക്ക് ഞാൻ കണ്ടത്. ഇത് കുറച്ച് നാളുടെ എൻ്റെ കൂട്ടുകാരുടെ കയ്യിലായിരുന്നു, ഇപ്പോൾ തിരിച്ചു കിട്ടി. ഇനി ഇതൊന്ന് വായിച്ച് തീർക്കണം എനിക്ക്. അങ്ങനെ കുറച്ച് നേരം ഉപ്പുമാവായിട്ട് മൽപ്പിടുത്തതിന് ശേഷം ഫുഡൊക്കെ സെറ്റായി. അതും കഴിച്ച് കുറച്ച് നേരം പഠിക്കാൻ വെച്ചിരിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നേ 11:30 എക്സാം മാറ്റി അത് 2:30 ആക്കിയെന്ന്. അപ്പോൾ പിന്നെ കുറച്ച് സമയമുണ്ടല്ലോ, കുറച്ച് നേരം കൂടി ഒന്ന് റിവൈസ് ചെയ്യാന്ന് വെച്ചിരുന്നപ്പോഴായിരുന്നു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത മെസ്സേജ് വന്നേ ടൈം പിന്നെയും മാറ്റി 11:30 എന്നെ ആക്കിയെന്ന്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും പോകണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ഇതും കൂടെ പെട്ടെന്ന് കിതച്ച് ഓട്ടോ ഓടിയതായിരുന്നു. കോളേജിലെത്തിയപ്പോൾ നമ്മുടെ ഈ കൊട്ടാരത്തിൽ നിന്ന് എക്സാം ഉള്ളത്. അപ്പോൾ കുറച്ച് നേരം ഫ്രണ്ട്സിനൊക്കെ വെയിറ്റ് ചെയ്തു, പക്ഷെ ആരെയും കണ്ടില്ല. കാരണം ഞാനും വിനീതും സമയം മാറ്റി എന്ന് കണ്ടപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കളിച്ച് കോളേജിലെത്തി. പിന്നെ എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാൻ നോക്കി, പക്ഷെ ഒന്നും തലേ കയറിയുണ്ടായില്ല. അങ്ങനെ എങ്ങനെയൊക്കെ കഷ്ടിച്ച് എക്സാമൊക്കെ എഴുതി പുറത്തിറങ്ങി. ഫസ്റ്റ് എക്സാമിന് നന്നായിട്ട് മൂഞ്ചി പോയിട്ട് നല്ല വിഷമം എനിക്ക് വിനീതിനും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നാളത്തെ എക്സാമിന് പിടിക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. പോണ വഴിക്ക് ദൈവത്തെ കണ്ടത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എക്സാം ടൈമിലെ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ ഫലം ഉണ്ടാവുന്നതാണല്ലോ. അപ്പം നമുക്ക് അടുത്ത എക്സാമിന് കാണാം.